എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുള്ളാണ്. ഓണനാളിൽ എളുപ്പത്തിൽ കറികളൊക്കെ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്കൊരു വറുത്തരപ്പ് തയ്യാറാക്കി വെച്ചാലോ. ഈ ഒരു വറുത്തരപ്പ് ഇതേ രീതിയിൽ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ 6 മാസക്കാലം ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് വറുത്തരപ്പ് തയ്യാറാക്കി എടുക്കാനുള്ള നാളികേരം ഒന്ന് തിരുമിയെടുക്കാം. ഞാനിവിടെ ഒരു വലിയ നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ നാളികേരത്തിന്റെ കൂടെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. മറ്റുള്ള ചേരുവകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തയ്യാറാക്കി വെക്കുമ്പോഴാണ് എല്ലാ കറികളിലേക്കും നമുക്കിത് ചേർക്കാൻ സാധിക്കുന്നതും. ഇനി ചൂടായിട്ടുള്ള ചീനച്ചട്ടിയിലേക്ക് നമ്മൾ തിരുമിയെടുത്തിട്ടുള്ള നാളികേരവും കൊച്ചുള്ളി കട്ട് ചെയ്തതും വെളുത്തുള്ളിയും ചേർത്ത് നല്ല പോലെ ഒന്ന് മൊരിയിച്ച് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുക്കാനായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം വറുത്തെടുക്കാനായിട്ടും. ഇനിയിപ്പോൾ നാളികേരം മുരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കുമ്പോഴാണ് കൂടുതൽ കാലത്തേക്ക് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതും. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചേർക്കുന്ന ഏത് എണ്ണയാണോ ആ ഒരു എണ്ണ ഉപയോഗിച്ച് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നാളികേരം നല്ല ഗോൾഡൻ കളറിലേക്ക് ആയി വന്നു. ഈ ഒരു സമയത്തേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതുപോലെ ഒന്ന് മൂപ്പിച്ച് വറുത്തെടുത്ത് വയ്ക്കുക. അതിനുശേഷം ചൂടാറി വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് അരച്ചുകൂടെ വെക്കണം. നല്ല ക്രീമി ടെക്സ്ചറിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ കാലത്തേക്ക് സൂക്ഷിക്കുന്നതിനായിട്ട് ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ള കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ച് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അരച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് ആയി കിട്ടുന്നത്. അപ്പോൾ ഓണനാളുകളിൽ വളരെ എളുപ്പത്തിൽ കറികളൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇപ്പൊ തന്നെ ഈ ഒരു കൂട്ട് തയ്യാറാക്കി വെച്ചോളൂ. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പറാകാൻ മറക്കല്ലേ കൂട്ടുകാരെ.